വയനാട് ദുരന്തത്തിൽ നിന്നും ഇന്നും കരകയറിയിട്ടില്ല നമ്മൾ മലയാളികൾ. ആ ഞെട്ടൽ മാറണമെങ്കിൽ വയനാട്ടിലെ പുനരധിവാസം സാധ്യമാകണം. പാതിവഴിയിൽ തനിച്ചായ ജീവനുകൾക്കൊക്കെ ഒരു പേരും ഊരുമൊക്കെ ഉണ്ടാകണം. അവരുടെ ഹൃദയത്തിലേറ്റ മുറിവ് ഉണങ്ങണം. നമ്മൾ മലയാളികൾ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരമാകില്ല ഒന്നും. എന്നാലും വയനാടിനൊപ്പം നിന്ന് അവരെ ആ ദുരന്തത്തിൽ നിന്നും കരകയറ്റാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് ഓരോ നിമിഷവും. എന്തൊക്കെ പറഞ്ഞാലും ഒരാപത്ത് വന്നാൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വയനാട് അടക്കമുള്ള ദുരന്ത ഭൂമിയിൽ. ഉരുൾപൊട്ടലിൽ അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധരായി എത്തുന്ന അമ്മമാർ, അനാഥരായ കുഞ്ഞുങ്ങളെ വളർത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു വരുന്ന രക്ഷിതാക്കൾ, പണമായും വസ്ത്രമായും ആശ്വാസമാണ് എല്ലാവരും നൽകുന്നത്. എല്ലാം വരുന്ന എത്രയോ പച്ചയായ മനുഷ്യരെയാണ് നമ്മൾ കണ്ടത്. ഈ സമയങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ദുരിതബാധിതർക്കായുള്ള സഹായ സമാഹരണത്തിൽ ഒട്ടേറെ പ്രചരണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പുറത്തു വന്നത്. അപ്പോഴും സുമനസ്സുകൾ കേരളത്തെ താങ്ങി നിർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അത് ഉണ്ടായിരിക്കുന്നു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ജൂലൈ 30 മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത്. സീനിയർ IAS ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ എത്തുന്നത്. നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ രവീന്ദ്രകുമാർ അഗർവാൾ ആണ് ഈ ഫണ്ടിന്റെ ചുമതലക്കാരൻ. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് 53 കോടിയിലധികം രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 5 വൈകുന്നേരം 5 മണി വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് 53,98,52,942 രൂപയാണ്. സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജുകളിലും ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ്. കുറഞ്ഞത് 5 ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി എന്നാണ് പൊതുവിൽ ധാരണ. അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാം. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഉരുൾപൊട്ടലിൽ തകർന്ന മേപ്പാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തന്നെയാണ്. ശനിയാഴ്ച സന്ദർശനം നടത്താനിരിക്കെ പ്രതീക്ഷയോടെയാണ് വയനാട്ടുകാർ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനായി കാത്തിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നേരിട്ടെത്തി ദുരന്ത ബാധിതരെ കാണുന്നത്. ശനിയാഴ്ച കണ്ണൂരിൽ വിമാനമിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിലാണ് മേപ്പാടി പഞ്ചായത്തിൽ എത്തുകയെന്നാണ് വിവരം. മുണ്ടക്കൈ, ചൂരൽമല ഗ്രാമങ്ങളെ മലവെള്ളം വിഴുങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്ര മന്ത്രിസഭകളിലെ മുതിർന്ന അംഗങ്ങൾ വരാതിരുന്നതിന്റെ വിമർശനങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മാത്രമാണ് ദുരന്തബാധിത മേഖലയിൽ എത്തിയത്. അവർ വലിയ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു എന്ന് നമുക്ക് നല്ല രീതിയിൽ പറയേണ്ടി വരും. ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും പ്രധാനമന്ത്രി എത്താതിരുന്നതിൽ വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം വരികയാണ് കേരളത്തിലെ വയനാടിന്റെ മക്കളെ കാണാൻ. വയനാട് ദുരന്തത്തെ L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ, അതല്ലെങ്കിൽ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ, ഇതൊക്കെയാണ് കേരളം ഇനി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വയനാട് ദുരന്തം L3 ദുരന്തമായി പ്രഖ്യാപിക്കുമോ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ കേരള ജനത ഇനി ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ 75% ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും. കേന്ദ്ര സഹായം കൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. ദുരന്തമുണ്ടായത് മുതൽ സൈന്യത്തെ അയച്ചതിലടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കേരളത്തിലെ പ്രതിപക്ഷവുമൊക്കെ അഭിനന്ദിച്ച സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തുന്നു. വയനാടിന്റെ ദുരന്ത മുഖത്തേക്ക് എത്തുന്നു. ദുരന്തബാധിതരായ ആളുകളെ സന്ദർശിക്കുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അത്തരത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായി കണക്കിലെടുത്ത സഹായ ഹസ്തങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളികളാകെ കരുതുന്നത്. ആ കരുതൽ തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ശനിയാഴ്ച എത്തുന്നതോടുകൂടി സാധ്യമാകുക എന്ന് വേണം കരുതാൻ.